ഒരു ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിൽ അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയും കൂടി ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട്. കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ കുഴച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ. ഇനി അതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ അതാ ചിക്കൻ ഇനി ഒന്ന് പൊരിച്ചെടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10-25 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ ഞാനിത് മുഴുവനും എരിവുള്ള മുളകാണ് എടുത്തത്. കാശ്മീരി മുളക് ഞാൻ എടുത്തിട്ടില്ല. കാശ്മീരി മുളക് എടുക്കുകയാണെങ്കിൽ ഒരു കളർ ഉണ്ടാവും കുറച്ചും കൂടി. ഞാൻ കാശ്മീരി മുളകല്ല എടുത്തത്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾക്കിവിടെ കുറച്ച് എരിവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചിട്ട് എരിവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മുളകൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് കോരി വെക്കണം. ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. നല്ലോണം പൊടിക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതൊന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനി ഇത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് പൊരിച്ച് എടുക്കുകയാണ്. അത്ര നന്നായിട്ടൊന്ന് ഞെരിച്ച് അങ്ങനെ ആക്കണ്ട, എന്നാലും ഒന്ന് പൊരിച്ചെടുക്കണം. ഈ കാശ്മീരി മുളക് ചേർക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാണ് ഞാൻ മാറ്റി വെക്കുന്നത്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാനൊരു 4 പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിൽ 2 പ്രാവശ്യം കൊണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച ആ വെളിച്ചെണ്ണ തന്നെ ഇത്തിരി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അതിലിട്ട ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു 4 വലിയ ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഉള്ളി മുറിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉള്ളിയിലേക്കുള്ള ഉപ്പ്, പിന്നെ ചിക്കനിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ പൊരിച്ച് വെച്ച് കഴിഞ്ഞ് ഇനി ഞാൻ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. ആദ്യം അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇത് മല്ലിപ്പൊടിയാണ്. വലിയൊരു സ്പൂണിന് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചിക്കനിലാക്കിയതാണെന്നാലും ഇനി ഒന്ന് നന്നായിട്ട് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3 തക്കാളി ഞാൻ മുറിച്ചിടുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കാണ്ടെയും നന്നായിട്ട് ഇതാക്കിയെടുക്കുക, പുരട്ടിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു കുറച്ച് ഗ്രേവി പോലെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളിയും ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഫസ്റ്റ് വറുത്ത് കോരി വെച്ച വറ്റൽമുളകും കറിവേപ്പിലയാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം
ചിക്കൻ പരട്ട് റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കാനേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, അതിലേക്കൊരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ച് ചിക്കനിൽ പരട്ടിയിട്ടുണ്ട്, എന്നാലും ഒരു അരമുറി കൂടി വേണം. അപ്പോൾ അതും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട്.